ക്യാമറ പ്രശാന്ത് ബാക്ക് ഞാൻ പറഞ്ഞല്ലോ, നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാണ്. അതേപോലെ തന്നെ അമിത അധികാര പ്രയോഗം നടത്തി ഇല്ലാത്ത അധികാരം എടുത്ത് ഉപയോഗിക്കുകയാണ്. മുമ്പ് നിങ്ങൾക്കറിയാം, ഈ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനവുമായി പുനർനിയമനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കാതെ മുങ്ങി നടന്നു. ഞാൻ കോടതിയിൽ പോയി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന്. സിൻഡിക്കേറ്റ് യോഗം ചേർന്നപ്പോഴുണ്ടല്ലോ, ഈ രജിസ്ട്രാർ പുനർനിയമനം അംഗീകരിച്ചുകൊണ്ട് തല കുനിച്ചിറങ്ങി പോകേണ്ടി വന്നു. ആ അവസ്ഥയായിരിക്കും ഇത്തരം നിയമവിരുദ്ധമായ നടപടിയെടുത്ത മോഹൻ കുന്നുമലിന് ഇനി വരാൻ പോകുന്നത്. ഒരു പ്രതികരണം ഉണ്ടായില്ല. ഞങ്ങൾ വീണ്ടും കൊടുക്കാൻ പോയ കത്ത് അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിക്കണം. അത് ചാർജുള്ള വൈസ് ചാൻസലർ ആയാലും മുൻ വൈസ് ചാൻസലർ ആയാലും യോഗം വിളിക്കട്ടെ. പുതിയ ചാർജുള്ള വൈസ് ചാൻസലറൊക്കെ പറയുന്നു യോഗം വിളിക്കൂ, വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യൂ. അദ്ദേഹത്തിന് ചാർജ് മെമ്മോ കൊടുത്തിരിക്കുക. ചാർജ് മെമ്മോ വി സിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, സിൻഡിക്കേറ്റിലാണ് വെക്കേണ്ടത്. പറഞ്ഞത് നിയമവിരുദ്ധമായി ആരെല്ലാം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കെല്ലാം വൈസ് ചാൻസലർ ആവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പുതിയ ചാൻസലർ കൂടിയായ ഗവർണറുടെ രാജ്ഭവൻ. ഇതാണ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ആക്ട് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതനുസരിച്ച് ഏതു സമീപനവും ഞങ്ങൾ വരുന്ന പുതിയ വൈസ് ചാൻസലർ ആയാലും അവരോട് എടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വൈസ് ചാൻസലർക്ക് ചാർജ് കൊടുത്ത് ആ ചാർജുള്ള ആൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അവരോട് പ്രതികരിക്കുന്നത് നിയമപരമായിട്ട് മാത്രമേ ഉള്ളൂ, വ്യവസ്ഥാപിതമായ നിയമ സംവിധാനങ്ങളിലൂടെ ഉള്ളൂ. ഇവിടെ ചട്ടങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രതികരണം ഉണ്ടാവും പുതിയ വൈസ് ചാൻസലറോടും. അല്ല, സിൻഡിക്കേറ്റിന്റെ അനുമതിയൊന്നും വേണ്ട ചാർജ് കൊടുക്കുന്നതിന്. അത് കൊടുക്കാം, അത് ഗവർണറാണ് ചാർജ് കൊടുക്കുന്നത്. ഒരു വൈസ് ചാൻസലറാണ് ചാർജ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം 5 ദിവസമുള്ള വൈസ് ചാൻസലർ ആയാലും 10 ദിവസമുള്ള വൈസ് ചാൻസലർ ആയാലും ഞങ്ങളുടെ അഭിപ്രായം, സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം, നിയമവിരുദ്ധമായ ഒരു നടപടി ഇവിടെ എടുത്തിരിക്കുന്നു. സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തെ കവർന്നെടുത്തിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അങ്ങനെ ആ അധികാരം കവർന്നെടുത്ത ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിച്ച് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യണം. ധൈര്യം ഉണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ച് റിപ്പോർട്ട് ചെയ്യും.